അരിക്കൊതിയൻ അരിശമുള്ളോൻ അപകടക്കാരൻ, അപാരശക്തൻ അജാനുബാഹു അരിക്കൊമ്പനാന. അരിക്കൊതിയൻ അരിശമുള്ളോൻ അപകടക്കാരൻ, അപാരശക്തൻ അജാനുബാഹു അരിക്കൊമ്പനാന. അരിശമുള്ളി അടങ്ങിടാതെ അലറിടും കൊമ്പൻ, അഹന്തയോടെ അതിർത്തി ചുറ്റി അലഞ്ഞിടും നാട്ടിൽ. അഹന്തയോടെ അതിർത്തി ചുറ്റി അലഞ്ഞിടും നാട്ടിൽ. അടുത്ത കടയിലെ അടുത്ത് ചാക്കരി അടിച്ചു മാറ്റുമിവൻ, അടച്ച വീടിനകത്തയരിയും അകത്താക്കിടുമിവൻ. അടിച്ചു കൂസായമിട്ടുകൊണ്ട് അഹന്ത കാട്ടിടുവാൻ അടുത്ത് ചെന്നൊരു അലമ്പ് ചെക്കന് അടാവ് പണി കിട്ടി. ബബഭംഭം 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 ഭം 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 ലലലാലാ 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 ബബഭംഭം 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 ഭം 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 ലലലാലാ ലലലാലാ ലലലാലാ. അരിക്കൊമ്പനെ അകറ്റി നിർത്തി അപായപ്പെടുത്താൻ അതീവ രഹസ്യം അനേകരെത്തി അതും വഴിക്കായി. അടുപ്പമുള്ളോർ അനുഭവസ്ഥർ അയൽക്കാരു പറയും, അസാധ്യമാണേ അരിക്കൊമ്പനെ അടക്കി നിർത്തിടുവാൻ. അരിക്കൊതിയൻ അരിശമുള്ളോൻ അപകടക്കാരൻ, അപാരശക്തൻ അജാനുബാഹു അരിക്കൊമ്പനാന. അരിക്കൊതിയൻ അരിശമുള്ളോൻ അപകടക്കാരൻ, അപാരശക്തൻ അജാനുബാഹു അരിക്കൊമ്പനാന. അരിശമുള്ളി അടങ്ങിടാതെ അലറിടും കൊമ്പൻ, അഹന്തയോടെ അതിർത്തി ചുറ്റി അലഞ്ഞിടും നാട്ടിൽ. അഹന്തയോടെ അതിർത്തി ചുറ്റി അലഞ്ഞിടും നാട്ടിൽ. അരി 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 മുമ്പൻ വമ്പൻ കൊമ്പൻ, അരി 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 മുമ്പൻ വമ്പൻ കൊമ്പൻ, അരി 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 മുമ്പൻ വമ്പൻ കൊമ്പൻ. അമ്മേ, ഞാനും കൂടെ പുഴയിലേക്ക് ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട കുഞ്ഞിക്കുട്ട, ഈ പുഴയിൽ ചെറിയ ചെറിയ പാറക്കിടങ്ങുകളുണ്ട്. അതിനകത്തെങ്ങാനും നിന്റെ കാല് കുടുങ്ങിപ്പോയാൽ പിന്നെ രക്ഷപ്പെടുത്താനേ പറ്റില്ല. ഹോ, ഈ അമ്മയ്ക്ക് എന്തൊരു പേടിയാ. എനിക്ക് ഒരപകടവും സംഭവിക്കില്ല അമ്മേ. ദേ, ഞാൻ ഇറങ്ങുവാ. ആനക്കുട്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അമ്മ പറയുന്ന അനുസരിച്ച് അനുസരിച്ചോളാമീ. എല്ലാവർക്കും അവരവരുടെ കാര്യം, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ആനക്കുട്ടാ, എന്തോ ആനക്കുട്ടൻ എന്നെ മനസ്സിലായോ? ഇല്ല, ആരാണാവോ? അത് ശരി, വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവാതെയാണോ എന്തോന്ന് വിളി കേട്ടത്? വിളിച്ചത് ആരായാലും വിളിച്ചത് എന്നെയാണല്ലോ, അതുകൊണ്ട് വിളി കേട്ടതാണേ. എന്താ, വിളി കേൾക്കണ്ടായിരുന്നോ? കേൾക്കണം. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ. പറ. ആനക്കുട്ടൻ ആളൊരു പുലിയാ, ശരിക്കും. പുലിയോ? ഞാനോ? അയ്യേ, എന്നെ കണ്ടിട്ട് അങ്ങനെയാണോ തോന്നണേ? ഞാനൊരു പാവം ആനക്കുട്ടിയാണേ. ആയിരിക്കാം, പക്ഷേ കഴിവിൽ നീ ഒരു പുലിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആണോ? പക്ഷെ എന്റെ കൂട്ടത്തിലുള്ളവരോ എന്റെ അമ്മയോ ഒന്നും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ പലർക്കും മടിയാണ്. കഴിവുള്ളവരെ ആരും മനസ്സിലാക്കില്ല. അത് ശരിയാ. ഈ പുഴയിൽ ഞാനും ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അനുവദിച്ചില്ല. എനിക്ക് അപകടം സംഭവിക്കുക എന്നാണ് അവര് പറയുന്നത്. എന്നാൽ ആനക്കുട്ടനോട് ഞാനൊരു സത്യം പറയട്ടെ. ഈ പുഴയിലെ വെള്ളത്തിന് നല്ല ഉപ്പുരസമുണ്ട്. ആ വെള്ളം ധാരാളം കുടിച്ചാൽ ആനകൾക്ക് മത്ത് പിടിക്കും. അങ്ങനെ മത്ത് പിടിച്ച് രസിച്ച് നടക്കുന്നത് ആനകൾക്കൊരു രസമാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും പോലെ എനിക്കും ആനന്ദിച്ച് ആടിപ്പാടി രസിച്ച് നടക്കണം. ഈ പുഴയിലിറങ്ങാൻ നീ എന്നെ ഒന്ന് സഹായിക്കുമോ?
അയ്യോ ഞാനില്ലേ, പുഴയിൽ ഇറങ്ങാൻ ഞാൻ നിന്നെ സഹായിച്ചാൽ നിന്റെ വീട്ടുകാരെന്നെ പഞ്ഞിക്കിടും. വെള്ളത്തിലിറങ്ങാതെ ഈ കാട്ടിലൂടെ അടിച്ചു പൊളിച്ച് നടക്കാനാണെങ്കിൽ ഞാൻ റെഡി. എന്താ, നീ റെഡിയാണോ? ഞാൻ റെഡിയാ. എന്തായാലും എനിക്കും ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. ആ പിന്നൊരു കാര്യം, എന്നെ നിന്റെ പുറത്ത് കയറ്റണം. എന്താ, സമ്മതമാണോ? ഓക്കെ, സമ്മതം. എന്നാൽ ആ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി അടിച്ച് കേറി വാ ആനക്കുട്ടാ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഹൈ തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ലലലലലലൽ, ലലലലലലലാ, ലലലലലലൽ, ലലലലലലലാ. കുട്ടിക്കൊമ്പനൊപ്പം കുസൃതിക്ക് കൂട്ടായി മരം ചാടി നടക്കുന്ന കുഞ്ഞിക്കൂരങ്ങൻ. കുട്ടിക്കൊമ്പനൊപ്പം കുസൃതിക്ക് കൂട്ടായി മരം ചാടി നടക്കുന്ന കുഞ്ഞിക്കൂരങ്ങൻ. കാട്ടുപഴം പറിച്ച് കുട്ടിയാനയ്ക്ക് കൊടുത്ത്, കാട്ടുപഴം പറിച്ച് കുട്ടിയാനയ്ക്ക് കൊടുത്ത് കാടിനുള്ളിൽ ഓടിച്ചാടി കളിച്ചിടുന്നേ. കാടിനുള്ളിൽ ഓടിച്ചാടി കളിച്ചിടുന്നേ. ബബബം 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 ബം ബം. ബബബം 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 ബം ബം. കുറ്റിച്ചൂലൻ വാലിൽ തൂങ്ങിയാടും കുരങ്ങനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത്. കുറ്റിച്ചൂലൻ വാലിൽ തൂങ്ങിയാടും കുരങ്ങനെ തുമ്പിക്കൈയിൽ തൂക്കിയെടുത്ത്. ഒച്ച വെച്ച് രസിച്ച് തുള്ളിച്ചാടി തിമിർത്ത്, ഒച്ച വെച്ച് രസിച്ച് തുള്ളിച്ചാടി തിമിർത്ത്. കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ, കാടിളക്കി വരുന്നല്ലോ കുസൃതി കൂട്ടുകാർ. തുമ്പിക്കൈയും വീശി കുഞ്ഞു വാലിട്ടാട്ടി ചേറ്റുമൂരം ചെവി രണ്ടും വീശിക്കൂത്താടി. കുട്ടിക്കൂറുമ്പോടെ കൂട്ടുകൂടി രസിക്കാൻ ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. ഓടിച്ചാടി വരുന്നുണ്ടേ കുഞ്ഞിക്കുട്ടിയാന. അയ്യോ രക്ഷിക്കണേ, അയ്യോ. അയ്യോ അയ്യോ രക്ഷിക്കണേ. ആനക്കുട്ടാ, ഞാനീ മരക്കൊമ്പത്തുണ്ട്. അയ്യോ, ആനക്കുട്ടൻ കുഴിയിൽ വീണല്ലോ. കുരങ്ങനുണ്ണി, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാനിപ്പോ എവിടെയാണ്? പക്ഷെ നീ ഇപ്പൊ ഒരു കുഴിയിൽ വീണിരിക്കുകയാണ്. അയ്യോ, എന്നെ രക്ഷിക്കണേ കുരങ്ങനുണ്ണി. എന്നെ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നിന്ന് ഒന്ന് കയറ്റൂ. അത് ഈ കൊരങ്ങൻ വിചാരിച്ചാൽ നടക്കില്ല. ആനക്കുട്ട, നിന്നെ കയറ്റാൻ മനുഷ്യർക്ക് മാത്രമേ ഇനി കഴിയൂ. കുരങ്ങനുണ്ണി, വേഗം ചെന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ രക്ഷിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. മനുഷ്യർ വന്ന് നിന്നെ രക്ഷിച്ചാലും നിനക്ക് നിന്റെ അമ്മയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അതെന്താ? കുഴിയിൽ വീണ ആനകളെ മനുഷ്യർ കരയിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകും. അതെന്തിന്? പണിയെടുപ്പിക്കാൻ. അയ്യോ, മനുഷ്യർ ഇവിടെ വരുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ.
എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ പറഞ്ഞതനുസരിച്ച് ആ പുഴയുടെ കരയിൽ നിന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ആനക്കുട്ടാ, ഞാൻ എത്ര ശ്രമിച്ചാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എത്രയും വേഗം ചെന്ന് എന്റെ അമ്മയെ വിവരം അറിയിക്കാം. എന്നാ വേഗം ചെല്ല്. ആ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം. ഒരു കുട്ടിയാനയാണല്ലോ കുഴിയിൽ വീണിരിക്കുന്നത്. അയ്യോ അമ്മേ, അമ്മേ. പാവം, വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പേടിക്കണ്ട ആനക്കുട്ടാ, നിന്നെ ഞങ്ങൾ ഇപ്പോ തന്നെ കയറ്റിവിട്ടേക്കാം. കാണാതായ കുട്ടിയാനയെ തിരക്കി കാട്ടാനക്കൂട്ടം ഒച്ചവെച്ച് വരുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കും അമ്മേ. അമ്മ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി അമ്മയുടെ അനുവാദം ഇല്ലാതെ ഒരിടത്തേക്ക് ഞാൻ പോകില്ല. തക്ക സമയത്ത് ഫോറസ്റ്റുകാർ വന്നതുകൊണ്ട് ആനക്കുട്ടൻ രക്ഷപ്പെട്ടു. അതെ, പാവ ആനക്കുട്ടൻ അമ്മയുടെ അടുത്ത് എത്തിയല്ലോ. ഒത്തിരി നാളായുള്ളിലൊരിഷ്ടം ആനപ്പുറത്തു
വള്ളിയൂർക്കുന്ന് ഗ്രാമത്തിൽ ദാമു എന്നൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. അധ്വാനിയും എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുമുള്ള ദാമുവിനെ ഗ്രാമത്തിലെല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ഭാര്യയ്ക്കും മിടുക്കരായ 2 മക്കൾക്കുമൊപ്പം ഒരു കൊച്ചു വീട്ടിലാണ് ദാമുവിന്റെ താമസം. വീടിനടുത്തുള്ള തോട്ടത്തിൽ പച്ചക്കറികൾ കൃഷി ചെയ്ത് അത് കുറച്ച് ദൂരെയുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടായിരുന്നു ദാമുവും കുടുംബവും കഴിഞ്ഞിരുന്നത്. ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് സന്തോഷമായി ദാമു തോട്ടത്തിൽ ജോലി ചെയ്യുന്ന കാഴ്ച കാണാൻ തന്നെ ഒരു കൗതുകമാണ്. അച്ഛാ, വെണ്ടയ്ക്ക ഞാൻ പറിച്ചോളാം. കോവയ്ക്ക പറിക്കുന്നത് ഞാനാണേ. പടവലം മൂപ്പായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് അടുത്ത ആഴ്ച പറിക്കാം. മക്കളെ സൂക്ഷിക്കണേ, തെന്നി വീഴല്ലേ. വെണ്ടയ്ക്ക, പാവയ്ക്ക, കോവയ്ക്ക, മത്തൻ, പടവലം, കുമ്പളങ്ങ. തേങ്ങ, മാങ്ങ, നാരങ്ങ വാങ്ങാൻ വായോ മാളോരേ. അച്ഛാ, ഞാൻ പറഞ്ഞ പുസ്തകം വാങ്ങാൻ മറക്കല്ലേ. അച്ഛാ, എന്റെ കളർ പെൻസിലും. ഇല്ല, മറക്കില്ല. എല്ലാം വാങ്ങിക്കൊണ്ട് വരാം കേട്ടോ. ടാറ്റാ. എന്താടാ, പേടിച്ചു പോയോ നീ? ഇനി ഇറങ്ങി വാ, പെരക്കെ എടുത്തോ. അധികം വൈകാതെ ദാമു തന്റെ പച്ചക്കറികളുമായി ചന്തയിലെത്തി. ദാമു സ്ഥിരമായി പച്ചക്കറികൾ വിൽക്കുന്നത് മത്തായിയുടെ ഈ കടയിലാണ്. എന്താ ദാമു, സുഖമാണോ? സുഖമായിരിക്കുന്നു മത്തായി ചേട്ടാ. ദാമു കൊണ്ടുവരുന്ന പച്ചക്കറികൾക്ക് നല്ല സ്വാദുണ്ടെന്ന് വാങ്ങുന്നവരെല്ലാം പറയുന്നുണ്ട്. ചേട്ടാ, എൻ്റെ പച്ചക്കറികൾക്ക് ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല. പകരം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ദാമുവിൻ്റെ പച്ചക്കറികൾ കാരണം ഇവിടെ എനിക്കും കച്ചവടം കൂടി തുടങ്ങി. നല്ല സാധനങ്ങൾ വിറ്റാൽ വാങ്ങാനും ആളുകൾ കൂടുതൽ വരും. അതെ അതെ. ചന്തയിൽ പോയി വരുന്നവർക്കെല്ലാം പട്ടണത്തിനും ഗ്രാമത്തിനും ഇടയിലുള്ള ഈ കാട്ടുപാത ഒരു പേടി സ്വപ്നമാണ്. പക്ഷേ വർഷങ്ങളായി ഈ വഴിയിലൂടെ ജീപ്പ് ഓടിച്ചു പോകുന്ന ദാമുവിന് ഈ കാട്ടുവഴിയുടെ മുക്കും മൂലയും സുപരിചിതമാണ്. നടു റോഡിൽ എന്താണ് ഇവന് വേണ്ടതെന്ന് പിടികിട്ടുന്നില്ലല്ലോ. അയ്യോ, അവൻ വണ്ടിയുടെ അടുത്തേക്കാണല്ലോ വരുന്നത്. ആനയുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകുന്നുണ്ടല്ലോ. ആ, വരുന്നത് വരട്ടെ, ഒന്നിറങ്ങി നോക്കാം.
എന്തോ പ്രശ്നമുള്ളതുപോലെ ഉണ്ടല്ലോ. അവൻ്റെ ഭാവം കണ്ടിട്ട് എന്നെ എന്തോ സഹായത്തിന് വിളിക്കുന്നത് പോലെയുണ്ട്. എന്തായാലും ഒന്ന് പോയി നോക്കാം. എന്നെ ഇവൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അയ്യോ, പാവം ആനക്കുട്ടി കുഴിയിൽ വീണ് കിടക്കുന്നല്ലോ. ഏത് ദുഷ്ടനാണ് ഈ ചതി ചെയ്തത്? ഇപ്പോൾ മനസ്സിലായി നീ എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന്. ഞാൻ നിന്നെ ഉറപ്പായും സഹായിക്കാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. അപകടത്തിൽപ്പെട്ട ആനക്കുട്ടിയെ രക്ഷിക്കുന്നതിനായി ദാമു വനപാലകരെയും കൂട്ടി വേഗം തിരിച്ചെത്തി. പേടിക്കണ്ട കേട്ടോ, ആനക്കുട്ടിയെ നമുക്ക് ഇപ്പൊ രക്ഷപ്പെടുത്താം. ദാമു, നിന്നെപ്പോലെ നല്ല കാര്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവരെയാണ് ഈ നാടിനാവശ്യം. നിന്റെ പ്രവൃത്തി എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. കാട്ടിലുള്ളൊരു കാട്ടാന കുഴിയിൽ വീണപ്പ കുഴിയാന നാട്ടിലെത്തിപ്പ നാട്ടാന എന്തോ ചെയ്യാന പാവം നീയാന. കാട്ടിലുള്ളൊരു കാട്ടാന കുഴിയിൽ വീണപ്പ കുഴിയാന നാട്ടിലെത്തിപ്പ നാട്ടാന എന്തോ ചെയ്യാന പാവം നീയാന. നാട്ടിലുള്ളൊരു തപ്പന ചന്തമുള്ളൊരു പിടിയാന നാട്ടിലുള്ളൊരു തപ്പന ചന്തമുള്ളൊരു പിടിയാന കൊമ്പനാനയ്ക്ക് കൂട്ടാന എന്തോ കാട്ടാന പാവം നീയാന. തന്തനാനന താനാന തന്തനാനന താനാന തന്തനാനന താനാന തന തന്തനാന തന്തനാന. കാട്ടിലുള്ളൊരു കാട്ടാന കുഴിയിൽ വീണപ്പ കുഴിയാന നാട്ടിലെത്തിപ്പ നാട്ടാന എന്തോ ചെയ്യാന പാവം നീയാന. വമ്പനായൊരു മതയാന ഒച്ച വച്ചത് ഓടാന വമ്പനായൊരു മതയാന ഒച്ച വച്ചത് ഓടാന വടികെടുത്തത് പാപ്പാന ആനെ തല്ലാന പാവം നീയാന. കാട്ടിലുള്ളൊരു കാട്ടാന കുഴിയിൽ വീണപ്പ കുഴിയാന നാട്ടിലെത്തിപ്പ നാട്ടാന എന്തോ ചെയ്യാന പാവം നീയാന. ഭംബ ഭംബ ഭം 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 ഭംബ ഭംബ ഭം 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 ഭംബ ഭംബ ഭം 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 ഭം.
bum 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 bum